ഇത് കണ്ടോ, ഇതൊരു ചാമ്പ നിന്നതാണ്. ചാമ്പ ദാ ഇവിടെ നിൽപ്പുണ്ട്. ഇതുണ്ടോ ചാമ്പയ്ക്ക, ഇതുണ്ടോ. അതിൻ്റെ പുറത്ത് ഒരു കോവൽ കയറി നിറച്ച് കാഴ്ച കിടക്കുക. പക്ഷേ പറിക്കാനാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഞാനൊരു കമ്പ് കൊണ്ട് അടിക്കുമ്പോൾ പക്ഷേ ചാമ്പ അത്രയും പൊഴിഞ്ഞു പോകുന്നുണ്ട്. അടിച്ചടിച്ചാണ് ഞാൻ കുറച്ച് രാവിലെ കറി വയ്ക്കാനായിട്ട് കുറച്ച് കിട്ടി. ഇങ്ങനെ അടിച്ചടിച്ചെടുത്ത് കുറേ ഇഷ്ടംപോലെ കിടക്കുക. എവിടെ സ്ഥലം കിട്ടുന്നോ അവിടെയൊക്കെ കയറിപ്പോവും. വെള്ളം പോലും നമ്മൾ ഒഴിക്കാറേ ഇല്ല ഇതിൻ്റെ ചുവട്ടിലൊന്നും, ചാമ്പയുടെ അല്ല ഈ കോവലിൻ്റെ. പക്ഷേ നിറയെ കായകൾ. ഇതുണ്ടോ, എന്തായാലും അടിച്ചെടുത്ത് ഇത്രയും കിട്ടി. രാവിലെ ഒരു മെഴുക്കുവരട്ടിക്കുള്ള സാധനം കിട്ടി. ഇതുപോലെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഓടിച്ചെന്ന് നമ്മളെന്തെങ്കിലും പറിച്ചുകൊണ്ട് വരിക, കറി വയ്ക്കുക. ഇതുപോലെ സന്തോഷമുള്ളത് വേറെ എന്താ ഉള്ളത്? ഇത് കണ്ടോ, ഇത് അമ്പഴങ്ങ. കുറച്ചേ ഉള്ളൂ, കുറച്ചേ കായ്ച്ചുള്ളൂ ഇപ്പോഴും. അപ്പോൾ ഇതും നമ്മുടെ വീട്ടിലുള്ളതാണ്. എനിക്ക് നമ്മുടെ മേറ്റ് ടീച്ചറാണൊരു തൈ തന്നത്. അപ്പോൾ അത് നമ്മുടെ മാങ്ങ പോലെ അച്ചാറിട്ട് വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതാണ്, മുളക് പൊടിയും എല്ലാം കായവും ഒക്കെ പുരട്ടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് പിന്നെ വീട്ടിൽ തന്നെ അമരയ്ക്കയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ കടയിൽ നിന്ന് വാങ്ങിയത് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളായിരുന്നു അമരയ്ക്ക. അങ്ങനെ ഇതെല്ലാം അപ്പം ഇന്നത്തെ കറികളെല്ലാം ഏകദേശം വീട്ടിലുള്ളത് തന്നെയാണ്, പച്ചക്കറികൾ.